വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മരണപ്പെട്ട വിദ്യാർത്ഥി ജുവിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. 17 പേർക്ക് ജീവന്റെ തുടിപ്പുകൾ പകർന്നാണ് ജുവിന്റെ വിടവാങ്ങൽ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ. വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയമായി കൂട്ടുപിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കുന്നതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അത് തെളിയിച്ചുവെന്നും സുധീരൻ. മാള വടമയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ 2 കാറുകളും ഭാഗികമായി തകർന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മരണപ്പെട്ട വിദ്യാർത്ഥി ജുവിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. 17 പേർക്ക് ജീവന്റെ തുടിപ്പുകൾ പകർന്നാണ് ജുവിന്റെ വിടവാങ്ങൽ. ഇന്ന് ആളൂർ സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട വിദ്യാർത്ഥി ജുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. മരണത്തിന് ശേഷവും 17 പേർക്ക് ജീവന്റെ പ്രതീക്ഷ പകർന്നാണ് ജുവിന്റെ വിടവാങ്ങൽ. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ജുവിന്റെ കണ്ണുകൾ, കരൾ, ഹൃദയം, വൃക്കകൾ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ഇനി നിരവധി രോഗികൾക്ക് പുതിയ ജീവിതത്തിന്റെ സ്പന്ദനമാകും. അവയവദാനത്തിലൂടെ അനേകർക്ക് പ്രതീക്ഷയുടെ വെളിച്ചം പകർന്നാണ് ഈ യുവാവ് ലോകത്തോട് വിട പറഞ്ഞത്. ജൂൺ 16 രാവിലെ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപമായിരുന്നു അപകടം. വിദ്യാർത്ഥികളായ ജുവിനും സുഹൃത്ത് അനന്തകൃഷ്ണനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ പിന്നിൽ നിന്ന് വന്ന ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പോലീസ് ജീപ്പ് ഇടിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഗുരുതരമായി പരിക്കേറ്റ ജുവിനെ എറണാകുളം രാജഗിരി ആശുപത്രിയിലും അനന്തകൃഷ്ണനെ എറണാകുളം ആസ്ട്ര മെഡിസിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാവിലെയാണ് ജുവിൻ മരണത്തിന് കീഴടങ്ങിയത്. ജുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് എന്നിവരടക്കം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ എത്തി. കുടുംബാംഗങ്ങൾ, സഹപാഠികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവരും കണ്ണീരോടെ വിടചൊല്ലി. തുടർന്ന് ഇന്ന് ആളൂർ സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്ന ചടങ്ങിൽ ജുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും അനേകർക്ക് പ്രതീക്ഷയായി മാറിയ ജുവിന്റെ ഓർമ്മകൾ നാടിന്റെ മനസ്സിൽ നിന്നും നിലനിൽക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയമായി കൂട്ടുപിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കുന്നതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അത് തെളിയിച്ചുവെന്നും സുധീരൻ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവുമായി മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കുന്നതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അത് തെളിയിച്ചുവെന്നും സുധീരൻ പറഞ്ഞു. മകൻ അങ്ങോട്ട് വിട്ടു, സംസ്ഥാന ഗവൺമെന്റിനെ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്തു. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഏതായാലും എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണം വെള്ളാപ്പള്ളി കൂടിയാണ്. മറ്റ് കാരണങ്ങളോടൊപ്പം തന്നെ ഇതും പ്രധാന കാരണം. അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഒരു ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണ്. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു. നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അവരുടെ കാര്യങ്ങളൊക്കെ അവർ സ്വയം തീരുമാനിക്കും. തിരുത്തേണ്ടത് എല്ലാവരും തിരുത്തും. ഒരു കാരണവശാലും വെള്ളാപ്പള്ളി സമൂഹത്തിനൊരു ബാധ്യതയാണ്. ഏത് മുന്നണിയെ സപ്പോർട്ട് ചെയ്താലും ആ മുന്നണിക്കൊരു ബാധ്യതയാണ് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ തോൽപ്പിച്ചതുകൊണ്ടാണ് എന്നോട് വിരോധം എന്നുള്ളതല്ല. അത് എന്നെ തോൽപ്പിക്കാൻ പരസ്യമായി ഇറങ്ങിയ കാലത്ത് നല്ല ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. അദ്ദേഹം ആരെ പിന്തുണയ്ക്കുന്നു അവൻ്റെ കഷ്ടകാലമാണ്. വെള്ളാപ്പള്ളിയെ പിന്തുണച്ചവർക്ക് കഷ്ടകാലവും എതിർത്തവർക്ക് നല്ല കാലവുമാണ് ഉണ്ടായതെന്നാണ് സുധീരന്റെ പരാമർശം. വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും ദോഷകരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മീഡിയ ടൈം, തൃശൂർ. മാള വടമയിൽ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തെ തുടർന്ന് പ്രദേശത്ത് അല്പസമയം ഗതാഗതം തടസ്സം അനുഭവപ്പെട്ടു. മാള വടമയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനെ മറികടന്നു വന്ന കാർ എതിർദിശയിൽ വന്നിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അപകടത്തിൽ 2 കാറുകൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. വാഹനങ്ങളിലുണ്ടായിരുന്ന 2 പേർക്കാണ് പരിക്കേറ്റത്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
അപകടത്തെ തുടർന്ന് റോഡിൽ അല്പസമയം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. മീഡിയ ടൈം, മാള. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വാണിജ്യ LPG വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഇതോടെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ വിതരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുമ്പുണ്ടായിരുന്ന നിലയിലേക്ക് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പാചകവാതക ലഭ്യത തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനായാണ് പ്രതിസന്ധി ഘട്ടത്തിൽ വാണിജ്യ LPGക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ നിയന്ത്രണം ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാണിജ്യ സ്ഥാപനങ്ങളെ സാരമായി ബാധിച്ചിരുന്നു. പുതിയ തീരുമാനത്തോടെ ഇവർക്ക് ആവശ്യമായ അളവിൽ പാചകവാതകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ബൾക്ക് LPG വിതരണത്തിലെ നിയന്ത്രണങ്ങളും മന്ത്രാലയം ലഘൂകരിച്ചിട്ടുണ്ട്. പ്രതിസന്ധിക്ക് മുമ്പുള്ള ഉപഭോഗത്തിന്റെ 50% വരെ വിതരണം പുനഃസ്ഥാപിക്കാൻ അനുമതി നൽകിയതായും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ഊർജ്ജ വിതരണ രംഗത്തെ സമ്മർദ്ദം കുറയുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തെരുവുനായ പ്രശ്നത്തിന് മാനുഷിക പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് കരുത്തേകി കാവൽ കൂട്ടായ്മയുടെ ഡോഗ് ഷെൽട്ടറിൽ നിന്ന് മറ്റൊരു നായക്കുഞ്ഞിനുകൂടി സ്നേഹഭവനം. പ്രശസ്ത റാപ്പർ വേടൻ ഏറ്റെടുത്ത നായക്കുഞ്ഞിന് ജാനു എന്ന് പേരിട്ടു. മലയാളത്തിലൊരു പേര് പറയും. മലയാളത്തില് ഹിന്ദു പറയില്ലോ. ഹിന്ദു പേര് പറഞ്ഞ പെണ്ണായി എന്താ സിംബ എല്ലാവർക്കുള്ള പേരല്ലേ? ജാനു. ജാനു കൊള്ളാം. പ്രശാന്ത് കുന്നത്ത് വക്കീല് ആണ് പേരിട്ടാണ്. അപ്പൊ ജാനു മോളനെ നമ്മളങ്ങനെ എടുക്കാണ്. ജാനു ബുദ്ധനെ കൂട്ടായിട്ടിരിക്കട്ടെ. തെരുവുനായ പ്രശ്നത്തിന് മാനുഷിക പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കാവൽ കൂട്ടായ്മയുടെ ഡോഗ് ഷെൽട്ടറിൽ നിന്ന് 33ാമത്തെ നായക്കുഞ്ഞിനും പുതിയ വീട് ലഭിച്ചു. പുഴയ്ക്കൽ റിവർ ടൂറിസം വില്ലേജിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത റാപ്പർ വേടനാണ് ഒരു പെൺനായക്കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അക്കരയിൽ നിന്ന് 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു നായക്കുഞ്ഞിനെ വേടൻ സ്നേഹപൂർവ്വം കൈകളിലെടുത്തത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രമോദ് നിർദ്ദേശിച്ച ജാനു എന്ന പേരാണ് നായക്കുഞ്ഞിന് വേടൻ നൽകിയത്. ഇതോടെ ജാനുവിന് സ്വന്തമായി ഒരു വീടും കുടുംബവും സ്നേഹവും കരുതലും ലഭിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണയാണ് കാവൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്താകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഇതുവരെ 33 നായക്കുഞ്ഞുങ്ങൾക്ക് സ്നേഹഭവനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതായും അവർ വ്യക്തമാക്കി. തെരുവുനായ വിമുക്ത ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കൂടുതൽ ശക്തമായി മുന്നേറുകയാണെന്നും ഒരു കുഞ്ഞിന് സ്നേഹഭവനം നൽകുമ്പോൾ ഒരു ഗ്രാമത്തിന് പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നതെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ സിനിമാ താരം ഗോപാലൻ അഡാട്ട്, പുഴയ്ക്കൽ ബാരിസ്റ്റർ ക്ലബ് ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തകർ, കാവൽ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള അമ്പഴക്കാട് സെന്റ് തോമസ് ഫ്രന ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3 വെള്ളിയാഴ്ച ആഘോഷിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും തെളിയിച്ച ദീപശിഖയ്ക്ക് ജൂൺ 28 വൈകിട്ട് അമ്പഴക്കാട് പള്ളിയിൽ സ്വീകരണം നൽകും. തുടർന്ന് തിരുനാൾ കൊടിയേറ്റം നടക്കും. ജൂലൈ 1 വൈകിട്ട് നവനാൾ സമാപന ചടങ്ങുകൾ നടക്കും. 2 വൈകിട്ട് വിശുദ്ധനാട് കൂടുതുറക്കൽ ചടങ്ങുകൾക്ക് ഇടവക വൈദികർ കാർമ്മികരാകും. 1726ാമത്തെ തിരുനാളാണ് ഈ ഇടവക സമൂഹം ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച തലശ്ശേരിയിലെ വിളക്കന്നൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപശിഖ വൈകിട്ട് 5 മണിയോടുകൂടി ഇടവക പള്ളിയിൽ സ്വീകരിച്ച് തിരുനാളിൻ്റെ കൊടിയേറ്റവും നടത്തി അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. തുടർന്ന് ജൂലൈ 1-ാം തീയതി ഇടവക ദിനാഘോഷവും 2-ാം തീയതി വിശുദ്ധ തോമാസ് ലീഹായുടെ വിശുദ്ധ രൂപം സൂക്ഷിച്ചിട്ടുള്ള രൂപക്കൂട് തുറന്ന് ആ രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കലും പ്രസിദ്ധി വാഴ്ചയും വിശുദ്ധ കുർബാനയുമാണ്. ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ ദിനത്തിലെ ആഘോഷമായ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും.
തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നേർച്ചകൂട്ട് എന്നിവ നടക്കും. പത്രസമ്മേളനത്തിൽ ഫാദർ ജോസ് അരീക്കാട്ട്, വിജി കണിച്ചായി, ജോണി കോക്കാട്ടിൽ, EA ജോയ് എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി ദിനാചരണത്തിന്റെ ഭാഗമായി കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHS സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. മാള എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബോധവൽക്കരണ സന്ദേശം നൽകി. വിൻസ് അമ്പൂക്കൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ MK ബാബു, പ്രധാന അധ്യാപിക സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ ജിനി എന്നിവർ സംസാരിച്ചു. ഫ്ലാഷ് മോബ്, സംഘഗാനം, പ്രസംഗം, സ്കിറ്റ്, റാലി തുടങ്ങി നിരവധി പരിപാടികൾ ലഹരി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ ഫ്ലാഷ് മോബ്, പ്രസംഗം, ഗാനം തുടങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രകടനവും പൊതുജന ശ്രദ്ധ നേടി. വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ദിശ 2026 സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് VO വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ദേവദാസ് മുഖ്യ അതിഥിയായിരുന്നു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും കാലത്തെ കുടുംബ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലെ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ CP ഷാജി ക്ലാസ് നയിച്ചു. ചടങ്ങിൽ SLC, +2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവാർഡ് വിതരണം ചെയ്തു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ അവാർഡ് ദാനം നടത്തി. വായനശാല സെക്രട്ടറി CG ജിതിൻ, നിർവാഹക സമിതി അംഗം ഷിബു A തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, പ്രധാന അധ്യാപകൻ KS കിരൺ, പഞ്ചായത്ത് അംഗം VV സുവീഷ്, എയ്ഡഡ് പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, ഡെപ്യൂട്ടി HM KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, കായിക അധ്യാപകൻ TN സിജിൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേയും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവും ആചരിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ DYSP P പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ മിഷൻ ചെയർമാൻ ED ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ദീപക് സത്യപാലൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 10+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും SN മിഷന്റെ ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ KG ഷൈനി, വൈസ് പ്രിൻസിപ്പാളും അസിസ്റ്റന്റ് മാനേജറുമായ ഭാഗ്യ P മേനോൻ, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി കോർഡിനേറ്റർ ജിനി, SWC വൈസ് പ്രസിഡന്റ് പ്രിവ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും മരുന്നുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സും കോട്ടപ്പുറം രൂപത KCYMന്റെ നേതൃത്വത്തിൽ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. മാനാഞ്ചേരിക്കുന്ന പ്രസന്റേഷൻ കോളേജിൽ നടന്ന പരിപാടി പുത്തൻവേലിക്കര CI വിക്കി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത KCYM ഡയറക്ടർ ഫാദർ നീൽ ചടയമുറി, കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിനു പീറ്റർ പടമാട്ടുമ്മൽ, മാനാഞ്ചേരിക്കുന്ന് സെന്റ് പോൾസ് ദേവാലയ സഹവികാരി ഫാദർ നിവിൻ കളരിത്തറ, പ്രസന്റേഷൻ കോളേജ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ PA രശ്മി, TB പ്രവീണ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എറണാകുളം ജില്ലാ ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് സെക്രട്ടറി ജോബി തോമസ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തോടനുബന്ധിച്ച് മാനാഞ്ചേരിക്കുന്ന് അസീസി ഭവനിൽ നിന്നും ആരംഭിച്ച റാലി ബ്രദർ ജോയ് ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലി പ്രസന്റേഷൻ കോളേജിൽ സമാപിച്ചു. തുടർന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. ചിത്രകാരനും ശില്പിയുമായ ഡാവിൻജി സുരേഷ്, കോട്ടപ്പുറം രൂപത KCBC മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് സേവ്യർ പടിയിൽ, കുരിശിങ്കലിടവക മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് വർഗീസ് ചില്ലട്ടശ്ശേരി എന്നിവരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മരണപ്പെട്ട വിദ്യാർത്ഥി ജുവിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. 17 പേർക്ക് ജീവന്റെ തുടിപ്പുകൾ പകർന്നാണ് ജുവിന്റെ വിടവാങ്ങൽ.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ. വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയമായി കൂട്ടുപിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കുന്നതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അത് തെളിയിച്ചുവെന്നും സുധീരൻ. മാള വടമയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ 2 കാറുകളും ഭാഗികമായി തകർന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.